ലക്ഷക്കണക്കിന് പ്രൊഫൈൽസ്, മലയാളിയുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ഇനി ഓരോ സ്നാക്ക് ടൈമും സ്പെഷ്യലാക്കാം അതിഥി മാർവൽ റസ്കിനൊപ്പം. ഇപ്പോഴാണ് ഏറ്റവും 30 മില്യൺ ഒക്കെ വ്യൂസ് വന്നു തുടങ്ങിയത്. ഞാനൊക്കെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്, ഒന്നും സംഭവിക്കുന്നില്ല. കോഴിമുട്ട പൊരിച്ചതാ. സത്യം പറഞ്ഞാൽ ഞങ്ങളും ഞെട്ടിയിരിക്കുകയാണ്. സുബി ചേച്ചി അവരൊക്കെ നേരിട്ട് കണ്ടു. ഞാൻ കണ്ട ഒരു ഹാപ്പിയിൽ ഓടിച്ചെന്ന് ഞാൻ സംസാരിച്ചപ്പോ എന്നെ കുറച്ചേരം നോക്കി എന്നിട്ട് എന്നെ അറിയാന്ന് പറഞ്ഞു അവര്. അപ്പൊ അത് ഭയങ്കര സന്തോഷം. എപ്പോഴെങ്ങനെ തോന്നിയായിരുന്നു ഷോ വേണ്ടായിരുന്നു? എത്ര വട്ടം എന്റെ മുടി എന്തിനാണ് ഞാൻ എന്നിട്ട് പറയും നീ കാരണമാണ് ഇത്രയും വലിയ BMW മറ്റേതും മറിച്ചൊക്കെ ഉള്ള ജോലിയാണ് അതൊക്കെ വിട്ടിട്ട് ഇവിടെ വന്നത്. ആത്യന്തികമായി ഈ ചേട്ടൻ ഈ സ്ഥാനത്തിലേക്കൊക്കെ വരാൻ കാരണം എന്ന് പറയുന്നത് ഉള്ളിലുള്ള മറ്റേ പൊസസീവ്നെസ് ആണല്ലേ? അത് കാര്യമായിട്ട് തന്നെയാണ്. ഭാര്യ ഭംഗിയുണ്ടെന്ന് പറയാനായിട്ട് ടെൻഷനില്ല. ദൈവമേ വയസ്സാവുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ എനിക്ക് മനസ്സിലായി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോണത് എന്താന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫുള്ള് അപ്പൊ ഞാൻ പിന്നെ പിടിച്ചേക്കണ്ടേ. ഇതെങ്ങനെ പെട്ടെന്ന് നിന്ന് പോയാലോ, എന്ത് സംഭവിക്കും, അങ്ങനെയൊക്കെയുള്ള ടെൻഷനുകൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ബേസ് അതല്ലേ, തറയല്ലേ. മറ്റു ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് ഞങ്ങള് രണ്ടുപേര്, അച്ഛനമ്മ, അനിയൻ, ഭാര്യ. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ ഇങ്ങനെ കൊറേ ഇങ്ങനെ ആ ഒരു വട്ടം അതില്ല. അപ്പൊ അതങ്ങനെ മിസ് ചെയ്യാറുണ്ടോ? മിസ് ചെയ്യാറില്ല. അമ്മയാണ് കിട്ടിയ പണികൾ വെച്ച് നോക്കുമ്പോ ഒരുവിധ മിസ്സിംഗും ഇല്ല. ദൈവം സഹായിച്ചിട്ട് പറയാണ് നല്ല ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയില്ല. ഗവൺമെന്റ് ഇനി മുതൽ ഇൻസ്റ്റഗ്രാം കൊളാബറേഷൻസിനൊക്കെ ടാക്സ് ഏർപ്പാടാക്കുന്നു എന്ന് പറഞ്ഞു. ഇത് വലിയൊരു എമൗണ്ട് കിട്ടിയിട്ടുള്ള അവരിനെയൊക്കെയാണ് ഇവര് കൊളത്തുന്നത് പറയണത്. നമ്മളെ പോലുള്ള നാരങ്ങ മിഠായിയുടെ പരസ്യം ചെയ്യണവർക്കും അല്ലെങ്കിൽ ചേച്ചി ഇതേ മുടി കണ്ട ഇത് തേച്ച് കഴിഞ്ഞാൽ അത് ഇത്തിരി കറക്കും ഇത് പറയണവർക്കൊന്നും എല്ലാവരും മെയിൻ ആയിട്ട്. ഹായ് ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. അപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറൽ ആയിട്ടുള്ള മില്യൺസ് വ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പിളിനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലാത്ത മല്ലു കപ്പിൾ അജീഷ് ആൻഡ് ഷോഡിമ. വെൽക്കം ടു ദ ഷോ. ഏറ്റവും പുതിയ വിശേഷം എന്താ ജീവിതത്തില്? ഇപ്പോഴാണ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ 30 മില്യൺ ഒക്കെ വ്യൂസ് വന്നു തുടങ്ങിയത്. അതായിരിക്കും അല്ലേ ഏറ്റവും വലിയ വിശേഷം? സത്യം. ഇൻസ്റ്റാഗ്രാം ഒന്ന് പച്ച പിടിച്ചു. എന്താ ഈ 30 മില്യൺ ഒക്കെ എങ്ങനെ ഉണ്ടാവുന്നത്? ഞാനൊക്കെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്, ഒന്നും സംഭവിക്കുന്നില്ല. കോഴിമുട്ട പൊരിച്ചതാ. എന്താ പറയാലേ, അതാ ഞങ്ങളുടെ ചെയ്ത വീഡിയോന്റെ ആണോ അത് ഞങ്ങൾ ചെയ്ത രീതി ആളുകൾക്ക് ഇഷ്ടമായിട്ടാണോ? സത്യം പറഞ്ഞാൽ ഞങ്ങളും ഞെട്ടിയിരിക്കുകയാണ്. അജീഷേട്ടാ, ഈ നമ്മൾ ഈ ദുബായിലെ ജോലിയൊക്കെ കളഞ്ഞ് ഇവിടെ വന്നിരുന്ന് നമ്മളിങ്ങനെ ഈ പരിപാടി സോഷ്യൽ മീഡിയ ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോഴേ എപ്പോഴെങ്ങനെ തോന്നിയായിരുന്നു ഷോ വേണ്ടായിരുന്നു അങ്ങ് തിരിച്ചു പോയാൽ മതിയായിരുന്നു? എത്ര വട്ടം അമ്മയാണ് സത്യം പറയുകയാണെന്ന് ഒരുപാട് വട്ടം തോന്നിയുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയും ഇവിടെ വന്നിട്ട് എന്റെ കാലിന്റെ ലിഗ്മെന്റ് വലിഞ്ഞിട്ടൊക്കെയാണ് ജോലിക്ക് പോയത്, കറക്റ്റ് തന്നെ. എന്നിട്ട് ഇവളാണ് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറാൻ ഇങ്ങനെ വീഡിയോ ചെയ്ത് നോക്കാം, നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വരുമോ നോക്കാം, ചായക്കടയുടെ പണി അവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഫീൽ ആവും എന്റെ മുടി എന്തിനാണിത്. ഞാൻ എന്നിട്ട് പറയും നീ കാരണമാണ് ഇത്രയും വലിയ BMW മറ്റേതും മറിച്ചൊക്കെ ഉള്ള ജോലിയാണ് അതൊക്കെ വിട്ടിട്ട് ഇവിടെ വന്നത്. പക്ഷെ പറയും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പൊ ഇല്ല കേട്ടോ. ഇപ്പൊ ഒരു 8 മാസം ഒക്കെ ആയിട്ട് താങ്ക് യു പൊന്നു ഭാര്യ, താങ്ക് യു. ഇങ്ങനെ ഒരു ഈ ഇൻസ്റ്റഗ്രാമിലേക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കര പോപ്പുലർ കപ്പിളായി കഴിയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു സെലിബ്രിറ്റി ആരെങ്കിലും ഉണ്ടോ? വീഡിയോ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ ഞങ്ങൾ ചെയ്തൊരു വീഡിയോ ആളുടെ പേജിൽ ഷെയർ ചെയ്തായിരുന്നു, ഫേസ്ബുക്ക് പേജിൽ. അത് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ സുബി ചേച്ചി അവരൊക്കെ നേരിട്ട് കണ്ടു. ഞാൻ കണ്ട ഒരു ഹാപ്പിയിൽ ഓടിച്ചെന്ന് ഞാൻ സംസാരിച്ചപ്പോ എന്നെ കുറച്ചേരം നോക്കി എന്നിട്ട് എന്നെ അറിയാന്ന് പറഞ്ഞു അവര്. അപ്പൊ അത് ഭയങ്കര സന്തോഷം. ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വന്നേക്കായിരുന്നു. അതൊക്കെ അങ്ങനത്തെ ഭയങ്കര അവരൊക്കെ ബിസി ആയിട്ടുള്ള ആളുകളാണ്. അവരൊക്കെ നമ്മുടെ ഒരു വീഡിയോ കണ്ട് നമ്മളെ നേരിട്ട് കണ്ടിട്ട് വീഡിയോ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ സത്യത്തിൽ ശേഷി നമ്മളിങ്ങനെ ആലോചിച്ച് കഴിയുമ്പോഴത്തേക്ക് അതായത് ആത്യന്തികമായി ഈ ചേട്ടൻ ഈ സ്ഥാനത്തിലേക്കൊക്കെ വരാൻ കാരണം എന്ന് പറയുന്നത് ഉള്ളിലുള്ള മറ്റേ പൊസസീവ്നെസ് ആണല്ലേ? ഉള്ളിലുള്ള ഭാര്യയോടുള്ള മറ്റേ അങ്ങനെ ഇപ്പൊ മറ്റവന്മാർ എന്റെ ഭാര്യയെ നോക്കണ്ട കാര്യമായിട്ട് തന്നെയാണ്. നമുക്ക് ആർക്കായാലും ഉണ്ടാവില്ലേ, പ്രത്യേകിച്ചും അതിസുന്ദരിയായ ഒരു ഭാര്യയാകുമ്പോ. അല്ല അത് മാത്രല്ല, സ്നേഹിച്ച് കല്യാണം കഴിച്ചുള്ളതാണ്. അപ്പൊ ഭയങ്കര കയറേട്ടനൊക്കെയാണ് നമ്മള്. ആ കയറേട്ടൻ്റെ പോയി കഴിഞ്ഞ പെട്ടില്ലേ. പിന്നെ എല്ലാവരും പറയണ ഒരു കാര്യം, സ്നേഹിക്കണ കാലത്ത് എല്ലാവരും പറയാന്ന് വെച്ചാൽ ഈ സ്നേഹം കുറച്ച്
കഴിഞ്ഞാൽ നിൽക്കും, പിന്നെ നിങ്ങളോടൊരു അട്രാക്ഷൻ ഉണ്ടാവില്ല, ഇതത്ര ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ശരിയാണ്, നമ്മൾ +2 അല്ലെങ്കിൽ ഡിഗ്രിക്ക് എഴുതണ ലവ് ലെറ്റർ പോലെയല്ല ലൈഫിലേക്ക് വരുമ്പോൾ. പക്ഷേ ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവാണ്. അതിന്റെ ഇടയിൽ പിന്നെ ഇങ്ങനെ ഓരോന്ന് വന്ന് ഓരോരുത്തർ ലൈക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മളെന്താ ഇഷ്ടപ്പെടുക എന്നല്ല അതിന്റെ അർത്ഥം എന്തായാലും. അതുകൊണ്ട് വളരെ നൈസായിട്ട് ഭാര്യയുടെ പ്രൊഫൈൽ അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞല്ലേ. ഇതൊക്കെ കാണുമ്പോ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടോ, എന്നാലും മനുഷ്യ ഞങ്ങൾ പാരലായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോ നിങ്ങൾക്ക് എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, അങ്ങനെ ചോദിച്ചിട്ടില്ല. എന്നാലും ആദ്യം ഇങ്ങനെ പതുക്കെ പതുക്കെ ആ പ്രൊഫൈൽ അങ്ങ് മാറ്റിയപ്പോഴത്തേക്ക് ഉള്ളിനുള്ളിൽ എവിടെയെങ്കിലും ഒരു വേദന തോന്നിയായിരുന്നു? ഇല്ല, അങ്ങനൊന്നും. ഞാൻ പറഞ്ഞാലോ ഒരു ദിവസം ഉറങ്ങിയില്ല. അത് എന്താണ് ഉണ്ടായെന്ന് വെച്ചാൽ പ്രൊഫൈല് മാറ്റിയതിന്റെ അല്ല, എന്നുവെച്ചാൽ എന്റെ ഒരു വീഡിയോ ക്ലിക്കായിട്ട് ഇങ്ങനെ ഇവളെക്കാളും കൂടുതൽ ലൈക്കും അതുപോലെ ഫോളോവേഴ്സ് ഒക്കെ വന്നു എന്ന് പറഞ്ഞിട്ട് 2 ദിവസം മിണ്ടാതെ നടന്നുണ്ട്. എന്നെ കമ്പനിയിലേക്ക് വിളിച്ചിട്ട് ഞാൻ തിരിച്ചിങ്ങനെ പറഞ്ഞു, കണ്ടടി നീ നോക്ക് എന്റെ അക്കൗണ്ട് കയറിയിട്ട് പറഞ്ഞു. അതിന് ഒരു ദിവസം മുഴുവൻ ഉണ്ടായിരുന്നു. അജീഷാട്ടിന് ഇതൊക്കെ വലിയ കാര്യമാണെന്ന് വിചാരം എന്നൊക്കെ പറഞ്ഞു. ഈ നമ്മള് കണ്ടന്റ് ക്രിയേറ്റർ ആയിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇപ്പൊ നിലവിൽ ഇങ്ങനെ മോജ് ആപ്പ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, പല പല റവന്യൂ സോഴ്സസ് ഉണ്ട്. ഇതെങ്ങനെ പെട്ടെന്ന് നിന്ന് പോയാലോ, എന്ത് സംഭവിക്കും, അങ്ങനെയൊക്കെയുള്ള ടെൻഷനുകൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? പോവാണെങ്കിൽ പോട്ടെ, ഒരുമിച്ച് ഞങ്ങള് ചായക്കട തുടങ്ങും ഹൈവേയുടെ സൈഡില്, വീണ്ടും കാര്യങ്ങൾ നോക്കും. അത്ര അമ്മയാണ് കാര്യമായിട്ട്. ബേസ് അതല്ലേ, തറയല്ലേ. ദാറ്റ് മീൻസ് അത്രയും അടിയിന്ന് വന്നുള്ളതാ. അപ്പൊ എന്തായാലും ഇനി അത്ര അടിയിലേക്ക് പോകില്ല എന്നറിയാം. അപ്പൊ ഇനിയിപ്പോ ഈ ആപ്പുകളൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പണിക്കിറങ്ങും. ഒന്നും പറ്റിയില്ല, ഇവിടെ ക്ലച്ച് ആവണില്ലേ, ദുബായ് ലൈസൻസ് ഉണ്ട്, വീണ്ടും ഗൾഫിൽ പോകും, 3000 ദിർഹം, അങ്ങനെ പറയാൻ പറ്റില്ല. കാർ ഡ്രൈവർക്ക് സാലറി എന്തായാലും ആവറേജ് കിട്ടും. അങ്ങനെയൊക്കെ വെച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോണത്. അല്ലല്ല, അങ്ങനെയൊന്നുമില്ല, ചേട്ടൻ തന്നെയാണ് കൂടുതൽ അറിയണതൊക്കെ ഞാനും പറയും. പക്ഷെ അതില് ഇത്തിരി വെറൈറ്റി കണ്ടുപിടിക്കും. നമ്മൾക്ക് വരുന്ന ഐഡിയ പറഞ്ഞു കൊടുക്കും, അതില് ആരും പ്രതീക്ഷിക്കാത്തൊരു ട്വിസ്റ്റ് കൊണ്ടുവരും. ഇടയ്ക്ക് ഒരു സീരിയൽ അവസരങ്ങളൊക്കെ വന്നതിന് പതുക്കെ പതുക്കെ സിനിമ അങ്ങനെയുള്ള മോഹങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അതിനായിട്ട് നമ്മളങ്ങനെ ഇല്ല, നല്ലത് വരികയാണെങ്കിൽ ചെയ്യണം മാത്രമേ. ഈ ചേട്ടൻ മറ്റേ കേര ഷർട്ടിന്റെ ഉള്ളിലപ്പോഴത്തേക്കും ഇപ്പൊ നമ്മളെ വിളിച്ച് ചക്കപ്പഴം സീരിയലിലേക്കാണ്, 2 പേർക്കും ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. പിന്നെ ഫാമിലി കോമഡി സീരിയലാണ് നമുക്ക് പറ്റുമെന്ന് അറിയാം. ഇനിയിപ്പോ നല്ല അവസരം കിട്ടുകയാണെന്ന് വെച്ചാൽ ഞാനും എപ്പോഴും പറയും കുഴപ്പമില്ല, നോക്കിക്കോ. പക്ഷെ അങ്ങനെയല്ല, ഒരു നല്ല ഒരു നമുക്ക് പറ്റാവുന്ന ഒരു എനിക്ക് ചെയ്യാൻ പറ്റണ്ടേ ആ ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറും കാര്യങ്ങളാണ്. അല്ലാതെ മറ്റുള്ളത് നോക്കിയിട്ട് ഇങ്ങനെ ആ ഒരു എന്താ പറയാ, ആ ഒരു എയിമേ ഉള്ളൂ. അല്ല നമുക്ക് സിനിമ അല്ലെങ്കിൽ സീരിയൽ അതിലേക്ക് എങ്ങനെയും കയറണം അങ്ങനെ വെച്ചിട്ട് കുറെ ആൾക്കാരുടെ പാഷനാണത്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പാഷൻ ഇല്ല. പക്ഷെ ചെയ്യാൻ പറ്റുന്നത് വരികയാണെങ്കിൽ നമ്മൾ ചെയ്യും. ഈ ഷോണിമയുടെ പ്രൊഫൈലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഏതെങ്കിലും പൂവാല ഷഡ്യം ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ടോ? പക്ഷെ എനിക്ക് അങ്ങനത്തെ അത്തരം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വന്നാലും അത് വന്നിട്ടില്ല. എന്നാലേ നമ്മുടെ എല്ലായിടത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഭാര്യ കാണാൻ എന്ത് സുന്ദരിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഉള്ളിനുള്ളിൽ ഭയങ്കര പ്രൗഡ് ഫീൽ ആണോ, ഉള്ള ഭർത്താവാണോ? എന്താ പറയാ, ഓപ്പൺ ആയിട്ട് പറയണോണ്ട് കുഴപ്പമില്ലല്ലോ. ചെറുതായിട്ട് അങ്ങനെ ഭാര്യ ഭംഗിയുണ്ടെന്ന് പറയാനായിട്ട് ടെൻഷനില്ല. ദൈവമേ വയസ്സാവുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി മുടി വെച്ചു. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ അങ്ങനെ വലിയ പ്രശ്നമായിട്ടില്ല. എല്ലാം ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു ഞാന്. കാരണം എന്താ വെച്ചാൽ എനിക്ക് മനസ്സിലായി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോണത് എന്താന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ഫുള്ള് അപ്പൊ ഞാൻ പിന്നെ പിടിച്ചേക്കണ്ടേ ഞാനൊക്കെ അറിയട്ടെ. ഇപ്പൊ ഈ ചേട്ടൻ ഇങ്ങനെ PRP ഒക്കെ ചെയ്യുന്ന അപ്പത്തേക്കും ഞാനും പാരലായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യട്ടെ ചേട്ടാ എന്ന് പറയാറില്ല. എനിക്ക് PRP ചെയ്യുന്നുണ്ട്. ഓ അതുണ്ടോ? നല്ല ഇടതൂർന്ന മുടിയുണ്ടല്ലോ, പിന്നെ എന്തിനാണ് PRP ഉള്ളത്? പോയി തുടങ്ങിയപ്പോ ചേട്ടൻ പറഞ്ഞു നീ അത് ചെയ്തോ, നല്ലതായിരിക്കും. ഒരുമിച്ച് തന്നെ ചെയ്യണം. അങ്ങനെ അത്തരം കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ എപ്പോഴും സെറ്റ് ആണ്. അതെ അതെ. നിങ്ങളുടെ മറ്റ് സർക്കിളുകൾ ആരൊക്കെയാ? മറ്റ് ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് ഞങ്ങൾ 2 പേര്, അച്ഛനമ്മ, അനിയൻ, ഭാര്യ, ചേട്ടൻ, ചേട്ടൻ ഭാര്യ, പിന്നെ ഇവള്. ഇതാണ് ഞങ്ങളുടെ സർക്കിള്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ കുറെ ആൾക്കാരനെ അറിയാം, എല്ലാവരോടും ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ കുറെ ഇങ്ങനെ ആ ഒരു വട്ടം അതില്ല, സർക്കിൾ ഇല്ല. അല്ല അപ്പൊ അതങ്ങനെ മിസ് ചെയ്യാറുണ്ടോ? നമ്മളിങ്ങനെ ബാച്ചലർ ലൈഫ് മിസ് ചെയ്യാറില്ല. അമ്മയാണ്
കിട്ടിയ പണികൾ വെച്ച് നോക്കുമ്പോൾ ഒരുവിധ മിസ്സിങ്ങും ഇല്ല. ദൈവം സഹായിച്ചിട്ട് പറയാണ്, നല്ല ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയില്ല. ഇവളൊക്കെ എന്നോട് പറയുമ്പോൾ ഞാൻ പറയും ഓടി അവിടെ നിന്റെ ശങ്കുകളുണ്ട് ഈയൊക്കെ എന്ത് പറയും. ഒരുപാട് പേരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും, കണ്ണടച്ച് വിശ്വസിക്കും. ആരെ എങ്ങനെയാ എന്താ അങ്ങനൊന്നും ഇല്ല. ആ കാണിക്കുന്ന സ്നേഹം സത്യാന്ന് പറഞ്ഞ് വിശ്വസിക്കും. അവർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കും. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. എനിക്ക് ഇത്ര ചെയ്തു തരാറില്ല അല്ലേ? പക്ഷെ അങ്ങനെ സ്നേഹിച്ചായിരുന്നു. എനിക്ക് പാവം തോന്നിണ്ട് കേട്ടോ സത്യം പറഞ്ഞ. അപ്പൊ എന്റെ കൺസെപ്റ്റിൽ എന്താ വെച്ചാൽ ഇവരൊക്കെ നമ്മളെ തന്നെ സ്നേഹിക്കണം. നമ്മുടെ അനിയന്റെ പോലത്തെ ആൾക്കാർ ഒപ്പം നടക്കണം അതേപോലത്തെ ആൾക്കാരല്ലേ. അവരൊക്കെ പാവങ്ങളാണ്. ഇവര് ചിരിക്കണു, ചേട്ടാന്ന് വിളിക്കണു, കെട്ടിപ്പിടിക്കണു, ഇതല്ലേ നമ്മള് അപ്പൊ നമ്മളങ്ങനെയാണ്. പക്ഷെ പിന്നീട് ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഇവരൊക്കെ കൂടിയിട്ട് വേറൊരു രീതിയിൽ നമ്മളതിനെ സംസാരം മാറ്റിയത് അങ്ങനെയാണ്. അജീഷായിട്ട് അങ്ങനെ നമ്മൾ ലൈഫിൽ കേൾക്കാത്ത കാര്യം എന്ന് വെച്ചാൽ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിച്ച് നമ്മളൊരു രീതിയിൽ നല്ല രീതിയിൽ എത്തിയിട്ട് പോലും നമ്മൾ എവിടെ നിന്നും കേൾക്കാത്ത കുറെ കാര്യമാണ് ഫ്രണ്ട്സാന്ന് പറഞ്ഞിട്ട് ഒറ്റ ദിവസം കൊണ്ടൊക്കെ പറയണത്. ഒരു ആവശ്യമില്ലാതെയാണ്, ചെറിയൊരു കാര്യമായിരിക്കും. പിന്നെ ഇവരൊക്കെ ഒരു വേറൊരു രീതിയിലാണ് സംസാരമൊക്കെ. പിന്നെ കുറെ ആൾക്കാർ അതൊന്ന് മനസ്സിലാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മാപ്പ് പറയാനും ഇപ്പോഴും കൂടി ഇപ്പോൾ ഒരു 2 മാസം മുന്നും കൂടി അതിലത്തെ ഒരാൾ എവിടെയോ നമ്മളെ വീഡിയോ കണ്ടിട്ട് എനിക്ക് കരച്ചിലും പിരിച്ചിലും സോറി അന്ന് ചീത്ത അങ്ങനെയൊക്കെ പറഞ്ഞു ദൈവം കാക്കട്ടെ, അല്ലാതെ എന്താ പറയുക, ഒരാവശ്യമില്ല. അങ്ങനെയാണ്, അതാ ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായി. പിന്നെ 1-2 അങ്ങനത്തെ ചെറിയ ചെറിയ പേഴ്സണലായിട്ടും അനുഭവങ്ങൾ ഉണ്ടായപ്പോ പിന്നെ ഒഴിവാക്കി. പക്ഷെ ഇപ്പോഴത്തെ ഒരു വേറെ ഇപ്പൊ ഒരു വലിയ പണി നമുക്ക് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ കിട്ടാൻ സാധ്യതയുള്ളത് ഞാൻ അറിഞ്ഞത് ഗവൺമെന്റ് ഇനി മുതൽ ഇൻസ്റ്റഗ്രാം കൊളാബറേഷൻസിനൊക്കെ ടാക്സ് ഏർപ്പാടാക്കുന്നു എന്ന് പറഞ്ഞു. ചേട്ടൻ അതിനെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞായിരുന്നോ, അന്വേഷിച്ചായിരുന്നോ? അന്വേഷിച്ചു. അപ്പൊ നമ്മള് ടാക്സ് ഓൾറെഡി പേ ചെയ്യുന്നുണ്ട്. അപ്പൊ ടാക്സ് പേ ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് നമ്മളിപ്പോ പാർട്ട്ണർഷിപ്പ് പെയ്ഡ് ആയിട്ട് ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ പെയ്ഡ് പാർട്ട്ണർഷിപ്പ് എന്നുള്ള ഒരു ടാഗ് വെച്ചേക്ക്. പക്ഷെ അത് തന്നെയാണ് ഇൻസ്റ്റാഗ്രാം തരുന്ന മെയിൻ സംഭവം. വെച്ചാൽ പെയ്ഡ് പാർട്ട്ണർഷിപ്പ് ആണ് നമ്മൾ ഇവർ തന്നെയായിട്ട് ചെയ്തിട്ടുള്ളത്. അത് ഫസ്റ്റ് ഓഫ് ഓൾ ദൃശ്യമാണ് മുകളിൽ എഴുതി കാണിക്കണം അതേ സംഭവം തന്നെയാണ്. പിന്നെ നമ്മൾ അതിൽ എഴുതുമ്പോൾ പിന്നെ കണ്ടന്റിൽ പറയും. ഈ കണ്ടന്റ് പറയാതെ ചില ആൾക്കാരില്ലേ, ഇപ്പൊ ഒരു സെലിബ്രിറ്റി ഒരു ഷർട്ട് ഇട്ടിട്ട് ഇങ്ങനെ പൊന്തി കാണിക്കുമ്പോൾ ബ്രാൻഡ് ഞാൻ പറയണില്ല, ജസ്റ്റ് ആ ഒരു ബ്രാൻഡ് കാണിക്കുമ്പോൾ ഇതൊരു പ്രൊമോഷനാണ്. ഇത് നമുക്കൊന്നും അറിയില്ല, പക്ഷെ ഇത് വലിയൊരു എമൗണ്ട് കിട്ടിയിട്ടുള്ള അവരിനെയൊക്കെയാണ് ഇവര് കൊളത്തുന്നതെന്ന് പറയണത്. നമ്മളെ പോലെയുള്ള നാരങ്ങ മിഠായിയുടെ പരസ്യം ചെയ്യണവർക്കും അല്ലെങ്കിൽ ചേച്ചി ഇതേ ഈ മുടി കണ്ട ഇത് തേച്ച് കഴിഞ്ഞാൽ അത് ഇത്തിരി കറക്കും ഇത് പറയണവർക്കെന്നല്ല അവര് മെയിൻ ആയിട്ട്. നമ്മൾ ഈ ന്യൂസ് കാണുമ്പോൾ 20 ലക്ഷം ഫൈൻ അടിച്ചു. 20 ലക്ഷം ഫൈൻ അടിക്കുമ്പോ ഇവിടെ കുടുംബം വിൽക്കേണ്ടി വരും. നമ്മൾ ചെയ്യണത് 500 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ഇത് കുഴപ്പമില്ലാട്ടാ നല്ല അച്ചാറാട്ടാ പറയും. ഇതിന് 20 ലക്ഷം. അതാണ്. അപ്പൊ നമ്മളതിന്റെ പെർഫെക്റ്റ് എങ്ങനെയാണ് അറിഞ്ഞുള്ളത്. ബാക്കി മുന്നോട്ട് ഇത് ക്ലാരിഫൈ അല്ല എന്നുവെച്ചാൽ ന്യൂസ് വന്നിട്ട് പിന്നെ അതിനെ ഒന്നും കൂടി അറിഞ്ഞ് എപ്പോഴെങ്കിലും ഇനിയിപ്പോ നമുക്കൊരു ജോലിക്ക് പോയാലോ എന്ന് ചേച്ചി ആലോചിച്ചിട്ടുണ്ടോ? അതെന്താ മടി അല്ല, ജോലിക്ക് പോണെന്ന് വെച്ചാ സ്നേഹിക്കണ കാലത്ത് ഞാൻ പറയേ നീ എന്റെ രാജകുമാരിയാണ്. രാജകുമാരിനെ ഒരാളും ജോലിക്ക് വിടില്ല. അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഇവളത് ഉള്ളിൽ കയറ്റി വെച്ചു. പിന്നെ ഗൾഫിൽ വന്നിട്ട് ഞാൻ വിചാരിച്ചു ജോലിക്ക് പോയാലോ. അപ്പൊ എന്നോട് ചോദിച്ചു രാജകുമാരിനെ ഇപ്പൊ വിടാലേ? ഞാൻ പറഞ്ഞു വേണ്ടായിരുന്നു, രാജാവില്ലാതെ ആവണ കാലത്ത് ഇറക്കി മക്കൾക്ക് സേവിങ്സ് ഒക്കെ ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക. അല്ല, അങ്ങനെ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഒരു ജോലിക്ക് പോയാലോ, ചേട്ടനെ സപ്പോർട്ട് ചെയ്യാനായിട്ടെങ്കിലും ഒരു ജോലിക്ക് പോയാലോ? അങ്ങനെയുള്ള അങ്ങനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതാണ് ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. അല്ല, ഇപ്പൊ ഞാൻ പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പൊ ഞങ്ങൾ തമ്മിലുള്ള ഈ കപ്പിൾ വീഡിയോസ് ചെയ്യുമ്പോൾ രണ്ടുപേർക്കും ഹാപ്പിയാണ്. എന്ന് വെച്ചാൽ മറ്റേത് ഞാൻ ഫുള്ള് പൈസ ആയാലും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഇവൾക്ക് ഭയങ്കര ടെൻഷനാണ്. എന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതിന്റെ ഓരോ ബുദ്ധിമുട്ട് വരുന്ന സമയത്തൊക്കെ ശരിക്കും എന്നോട് പറഞ്ഞിട്ട്. പക്ഷെ ഇതാവുമ്പോൾ ഇതിൽ രണ്ടുപേരും ഈക്വൽ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഒരു കുഴപ്പമില്ല. അപ്പൊ ഇവൾക്കായാലും ഇന്ന ആളുടെ അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ എന്ത് ചെയ്യുമ്പോഴും ഒരു സാറ്റിസ്ഫൈ കിട്ടില്ലേ, എന്നെ കൊണ്ടും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഞാനും കൂടിയിട്ടല്ലേ. ആദ്യമായിട്ട് കിട്ടിയ ഒരു ഇൻസ്റ്റഗ്രാം റെമ്യൂണറേഷൻ ഓർമ്മയുണ്ടോ? നമുക്ക് 3000 രൂപയുടെ ഇൻസ്റ്റാഗ്രാമിൽ തരുന്നോ അതോ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയത് മറ്റേ 10,000 കിട്ടി. ബോൺ ഓൺ ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു പ്രൈസ് 10,000 ആണ് ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമിന്റെ വക കിട്ടിയത്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ പൈസ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും നമുക്കൊരു വലിയ പിടിപാടൊന്നും ഇല്ലാത്ത ഒരു ഏരിയ അല്ലേ. അവിടെ നിന്ന് ആദ്യമായിട്ടൊരു വരുമാനം കിട്ടിയപ്പോ എന്തായിരുന്നു മാനസികാവസ്ഥ? വീട്ടുകാരുടെ മുന്നിൽ വലിയ ആളായി വെച്ചാൽ പണി ഗൾഫിലത്തെ ഇത്രയും വലിയ പണി നിർത്തിയിട്ട് ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്ത് നടക്കുക. പറയണ പിന്നെ എന്നുവെച്ചാ ഒരു 5-10 കൊല്ലം പണിയെടുത്ത് ഈ ചെക്ക ഒന്ന് കേറി സെറ്റായി 2 പെമ്മക്കള് ഈ പറഞ്ഞ കഥയാ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവനും അവളും കൂടിയിട്ട് വീഡിയോ എടുത്ത് നടക്കുക.
വീട്ടുകാരല്ല, എന്റെ വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണ്. എന്നാലും മൊത്തത്തിലുള്ള വർത്താനം അതാണ്. അത് നമുക്കറിയാലോ. അതിന്ന് 10,000 രൂപ കിട്ടിന്ന് പറയുമ്പോ അതൊരു സന്തോഷല്ലേ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആ വീട്ടുകാർ ചോദിച്ചു ഇതെങ്ങനെ മാസം വരുമെന്ന് ചോദിച്ചു. ഇനി ഒരു രക്ഷയില്ല, പിടിച്ചാ കിട്ടില്ല അതൊക്കെ. ചേട്ടാ കിട്ടുവോ? പതുക്കെ പതുക്കെ ആളുകളൊക്കെ ഇപ്പൊ അമ്മയുടെ കൂടെ ആണെങ്കിലും പുറത്തിറങ്ങുമ്പോഴത്തേക്കും ആളുകളെല്ലാം നമ്മളെ വന്ന് കാണുന്നു, നമ്മുടെ കൂടെ ഫോട്ടോ എടുക്കുന്നു. ഈ ഒരു സാധനമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതെ, എനിക്ക് അമ്മയുടെ ആ ഹാപ്പി ഞാൻ ആദ്യമായിട്ട് കണ്ടത്. എന്റെ അമ്മയ്ക്ക് വയ്യാതായിട്ട് കുറച്ച് ഹോസ്പിറ്റലൊക്കെ കണ്ടിന്യൂസ് പോകേണ്ട ഒരു അവസ്ഥ വന്നായിരുന്നു. അവിടെ ഡോക്ടറെ കാണാനായിട്ട് നിൽക്കുന്ന സമയത്ത് 1-2 പേരുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്നെ കണ്ടു വന്നിട്ട് ഓരോരുത്തർ ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കണം. അപ്പൊ ഞാൻ വലിയ കണ്ട അമ്മ അപ്പോഴാണ് അമ്മയ്ക്ക് അറിയണ ആളുകൾ കാണുന്നുണ്ട്, കണ്ടിട്ട് അവർക്ക് ഇഷ്ടമാണ്. അതൊന്നും അമ്മനെ പറഞ്ഞില്ല, അമ്മയ്ക്ക് അങ്ങനെ അത് അറിയില്ല ആ ഒരു ഇത്. അപ്പൊ അമ്മ കണ്ടപ്പോ പിന്നെ ആശുപത്രിയിൽ ഞാൻ വലിയ സംഭവം അമ്മയ്ക്ക് മനസ്സിലായി ഇതിലൊക്കെ കാര്യമുണ്ട് എന്നുള്ളത്. പിന്നെ ഭയങ്കര സപ്പോർട്ട് അമ്മ. പിന്നീട് അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ വീട്ടുകാർ ഭയങ്കര സന്തോഷം. അതെ അതെ അതെ. എസ്പെഷ്യലി ഞാൻ പ്രത്യേകം ചോദിക്കാൻ കാര്യം എന്താണെന്നറിയോ, വീട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലാതെയൊക്കെ കല്യാണം നടന്ന ആൾക്കാരാണല്ലോ നിങ്ങള്. അത് ഞാനായിട്ട് ഇങ്ങനെ ഒരു ആളെ കണ്ടുപിടിച്ച ആ ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹാപ്പി ആയിട്ട് ഭയങ്കര അഭിമാനത്തോടെ കല്യാണം കഴിച്ചിട്ടുള്ള കുട്ടികള് തെരഞ്ഞെടുക്കുന്ന സമയത്ത് ഇപ്പൊ അവളുടെ എന്റെയും പ്രായ ആ സമയത്ത് നമുക്ക് വലിയ മെച്ചൂർ തോന്നുന്നുണ്ടെങ്കിൽ നാട്ടുകാർക്ക് നമ്മൾ ആ ചെറിയ ചെക്കന അങ്ങനെയല്ലേ. അപ്പൊ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളൊരു അച്ഛനും അമ്മയും ആവുമ്പോഴാണ് അതിന്റെ അത് കാരണമാണ് ഞങ്ങൾ ഓടിപ്പോവാന്ന് വരുന്നത്. ഓടിപ്പോയി കഴിഞ്ഞാൽ അതൊരു സിറ്റുവേഷനൊക്കെ ആയ ചേട്ടനെ തന്നെ അതിനൊക്കെ അതൊക്കെ അന്ന് ആലോചിക്കണം ബോധമുണ്ടോ ഞാൻ ഇപ്പൊ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. എന്നോട് പറയാറുണ്ട് ഇപ്പോഴത്തെ സന്തോഷം അത് ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സന്തോഷം പോവും. ചേട്ടൻ ഓടിപ്പോയി കല്യാണം കഴിച്ചാലൊക്കെ ചേട്ടൻ തന്നെ പറയാറുണ്ട് അത് ആ സമയത്ത് ഒരു ഹാപ്പി ഉണ്ടാവുള്ളൂ, പിന്നീട് നീ സങ്കടപ്പെടും. അങ്ങനെ എന്നോട് പറഞ്ഞു തരുന്നുണ്ട്. അന്ന് ഞാന് എന്നെ വേറെ എന്തെങ്കിലും കെട്ടിക്കുമെന്ന് വിചാരിച്ചിട്ട് പോണെങ്കിൽ പോട്ടെ അങ്ങനെ പറയില്ലേ. നമ്മളെ വീട്ടിലൊരു പ്രശ്നം വരുമ്പോ ഇവിടെ ആദ്യം തന്നെ വിളിച്ചിട്ട് പറയും ഇന്നത്തേക്ക് ഇന്ന് ഇറങ്ങി വരാം, വെയിറ്റ് ചെയ്യും, ഞാനൊന്ന് ഫൈറ്റ് ചെയ്ത് നോക്കട്ടെ, എന്തെങ്കിലും സംഭവിച്ചാ. അതുപോലെ തന്നെ ഞാൻ അന്നൊക്കെ ചേട്ടൻ അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു ഇത് കിട്ടിയത് അന്ന് അന്ന് ഞാൻ അങ്ങനെ പോയിരുന്നെങ്കിൽ ഇന്ന് എന്റെ അമ്മയുടെ അച്ഛൻ്റെ ഈ സ്നേഹം എനിക്ക് ഉണ്ടായിരുന്ന അത് ഞാൻ ഇപ്പോഴും ഭയങ്കര കാര്യമായിട്ട് അന്ന് എനിക്ക് ബോധമില്ല സത്യമായിട്ടും. അന്ന് എടുത്ത ചെടി അല്ല ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അങ്ങനെയല്ലേ എന്ന് പറഞ്ഞാൽ അവർ വീട്ടുകാരോടൊന്നും അഭിപ്രായം സംസാരിക്കുക, അവർ സെറ്റാണെന്ന് പോലും നോക്കാണ്ട് ഇപ്പൊ ഇറങ്ങി പോണ എത്ര നമ്മുടെ കൺമുമ്പിൽ തന്നെ ഒരുപാട് പേര് കാണുന്നുണ്ട്. അന്നൊക്കെ അങ്ങനെ പോയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇത്ര ഹാപ്പിയോടെ ഒരിക്കലും നിൽക്കില്ല. ഇല്ല. പക്ഷെ അങ്ങനെ ഇങ്ങനെ ദാമ്പത്യത്തിന്റെ വിജയകരമായ 10 വർഷങ്ങളിലേക്ക് കടന്നപ്പോൾ ജീവിതം എന്ത് പഠിപ്പിച്ചു? ജീവിതം സംഭവം കൂളാണ്, വലിയ കുഴപ്പമൊന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. 10 കൊല്ലം ജീവിച്ചു, 10 കൊല്ലം ജീവിച്ചില്ലേ, ഞാൻ മുന്നോട്ട് പൊക്കോളും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ എന്റെ അമ്മ 10 വർഷം എന്നുള്ള ഞെട്ടൽ ഉണ്ടാവാറുണ്ടോ? 10 വർഷം പെട്ടെന്ന് പോയ പോലെ തോന്നിയില്ലേ, പെട്ടെന്ന് പോയ പോലെ. ഞാൻ എന്നിങ്ങനെ 2013 കല്യാണം കഴിച്ചത് നിങ്ങളെന്ന് ആലോചിച്ചപ്പോഴത്തേക്ക് 10 വർഷമായോ അപ്പോഴാണോ ഇത് എന്ന് ഇങ്ങനെ 9 കൊല്ലം 10-19 കൊല്ലായി. എന്നിട്ട് ഒന്ന് ആലോചിച്ചു. അപ്പൊ ഇങ്ങനെ പുറകോട്ട് 9 കൊല്ലം. എന്നാലും അത് പ്രേമത്തിന് വേറെ ലെവലല്ലേ. കല്യാണം കഴിച്ചിട്ടും പ്രശ്നമൊന്നുമില്ല, അങ്ങനല്ല. നമുക്കങ്ങനെ അങ്ങനെയുള്ള വിഷമഘട്ടങ്ങളോ അല്ലാശെങ്കിൽ ഒരു ഫാമിലിയിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ഒപ്പം വന്ന ആള് നമ്മളതിനെ മനസ്സിലാക്കാതെ പെരുമാറുക അങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ഫീലിംഗ് ഇതുവരെ വന്നിട്ടില്ല. ഈ മോക്ക് എത്ര വയസ്സുണ്ട്? 2.5 വയസ്സുള്ള കൊച്ച്. ക്യാമറ ഇങ്ങത്തിരിക്കണം, ഞാൻ ബാക്കി പറയട്ടെ. ഈ 2.5 വയസ്സുള്ള കുഞ്ഞിനെ വരെ ചേട്ടൻ ഇപ്പോഴേ സാമ്പത്തിക ശാസ്ത്രമൊക്കെ പഠിപ്പിച്ചു വെച്ചേക്കാണെന്ന് ഞാൻ അറിഞ്ഞു. അത് ഇവളോട് വരെ ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഉണ്ടാക്കട്ടെ, അതിനു വേണ്ടിയിട്ട് മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ്. എങ്ങനെ സാധിക്കുന്ന ചേട്ടാ? സംഭവം വേറൊന്നുമില്ല, നമ്മൾ ഈ ഓൺ വോയിസ് ചെയ്യാം. അപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ആടുണ്ട്, പിന്നെ മോളിൽ കൂടെ പറക്കണ കാക്ക, പിന്നെ കോഴി, ഇതൊക്കെ കഴിഞ്ഞ് ഇവറ്റേനൊക്കെ മെല്ലെ ഒതുങ്ങിയ സമയത്താണ് വീഡിയോ എടുക്കുക. എന്നുവെച്ചാൽ നമ്മൾ നോയ്സ് കൂടി കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കണ ചില വീട്ടില് ഞങ്ങളുടെ അത്ര വലിയ വിലയുള്ള മൈക്കൊന്നും ഇല്ലാത്ത നോർമൽ ചിന്ത. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ വീട്ടിൽ നടക്കണ കാര്യമാകുമ്പോ ഡയലോഗ് ഒന്നും മുന്നേ പഠിച്ചിട്ടൊന്നുമല്ല. ആ സമയത്ത് ഉള്ള ആ ഒരു തീം ഇന്നതാണെന്ന ഐഡിയ ഉണ്ടാവും, അത് നമ്മൾ അങ്ങ് വെച്ച് കാഴ്ചയാണ് ചെയ്യണം. അപ്പോഴാവും ഇവരിങ്ങനെ വന്നിട്ട് ഇങ്ങനെ കരഞ്ഞിട്ടൊക്കെ വരിക. അപ്പൊ ഞാൻ മോളോട് ഇങ്ങനെ പറയും, കുഞ്ഞാ അച്ഛനെ പാപ്പു വാങ്ങാനുള്ള പൈസക്കാണ് കേട്ടോ വീഡിയോ എടുക്കണ്ടേ. അപ്പൊ കുട്ടിക്ക് മനസ്സിലാവും പാപ്പു വാങ്ങല് അമ്മയെ പോലെ തന്നെ മെയിൻ ആണ്, ഇത് കിട്ടണ അത് കഴിയണം. അപ്പൊ കുട്ടി ഇടയ്ക്ക് വന്നിട്ട് ചോദിക്കും കഴിഞ്ഞ അച്ഛാ, ഇങ്ങനെ വന്നിട്ട് ചോദിക്കും കഴിഞ്ഞ പാപ്പു വാങ്ങാൻ പോവാ.
അപ്പൊ കുട്ടിക്ക് ഹാപ്പിയാണ് നമ്മളെന്തേലും അതാ അങ്ങനെയാണ് ചെയ്യണത്. പിന്നെ എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ കുട്ടികളെ നമ്മൾ അധികം ഇപ്പൊ ഇതാക്കുന്നില്ല. ഈ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമിലും നമ്മൾ കൂടുതൽ ഇപ്പൊ കാണിക്കുന്നില്ല. അതെന്തുകൊണ്ടാ കുട്ടികളെ അങ്ങനെ മനഃപൂർവ്വം അല്ല, നമുക്ക് ഈ ഫസ്റ്റ്ലി ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ടിക്ടോക്കിലായിരുന്നു. അപ്പൊ അന്നേരം കുറെ ക്ലാസ് കിട്ടി UAE-ന്ന് ഈ ചൈൽഡ് അബ്യൂസിന്റെ അതുപോലെ കുട്ടികളുടെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ് കിട്ടി. അതിനുശേഷം നമുക്ക് പേടിയാണ്, മക്കളുടെ വീഡിയോ കാണിക്കാൻ പേടിയാണ്. ഒരു അവിടുത്തെ അവയർനെസ് എന്ന് പറഞ്ഞാൽ 13 ഏജിന് മുകളിലുള്ള കുട്ടികളെ നിങ്ങൾ വീഡിയോയിൽ കാണിച്ചാൽ മതി എന്ന് പറയും. നമ്മളിപ്പോ ഒരു കുട്ടീനെ വീഡിയോയിൽ കാണിക്കുമ്പോൾ ചിലപ്പോൾ ആ കുട്ടിയുടെ ഡ്രസ്സ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയല്ല, ചിലപ്പോൾ ചെറുതായി. പക്ഷെ ഇത് ആസ്വദിക്കുന്ന ഒരു വേറൊരു രീതിയിലുള്ള ആൾക്കാരുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ കാണിക്കുന്ന ഈ വീഡിയോ പല സൈറ്റിലും ചെല്ലും. അപ്പൊ UAE ഗവൺമെന്റ് നോക്കുമ്പോൾ ഒരു ദിവസം അത്രയും ലക്ഷങ്ങളാണ് വരുന്നത്. അപ്പൊ ഈ ടിക്ടോക്കിന് വേണ്ടിയിട്ട് നമുക്കൊരു ക്ലാസ് തന്നതാ, സേഫ് ആയിട്ട് സോഷ്യൽ മീഡിയ അങ്ങനെ ചെയ്യാം. അതിനുശേഷം എനിക്ക് നമ്മുടെ മക്കളെ അങ്ങനെ കാണിക്കുക എന്ന് പറയുമ്പോൾ ഒരു ടെൻഷനാണ്. നമ്മള് സ്വന്തം മക്കളെ അങ്ങനെ ആ ഒരു ക്ലാസ് കൂടിയവർക്ക് അറിയാം. അപ്പോൾ ഗൾഫിലൊക്കെ അത് ഭയങ്കര എന്താ പറയാ ഭയങ്കരമായ ഒരു നിയമമാണ്. അങ്ങനെ കുട്ടികളുടെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ആ അക്കൗണ്ടിന് അവര് ചെറുതായി ഹിഡൻ ചെയ്ത പോലെയാണ് അവരുടെ മീഡിയ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇവരെ കാണിക്കണം എന്നുണ്ട് പലത്. പക്ഷെ ആ ഉള്ളിലൊരു ഇത് അയ്യോ അതങ്ങനെ ആ ഒരു ക്ലാസ് വന്ന് കയറിയത് എടുക്കുകയാണ്. പക്ഷെ നമ്മൾ വേറൊരു ആസ്പെക്ട് എന്താണെന്നറിയോ, ഇപ്പൊ വേറെ ചിന്ത, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വെക്കുമ്പോൾ അല്ലാതെ ഇപ്പൊ ഇന്റർനെറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അത് എല്ലാ കാലത്തും അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ വളർച്ച നമുക്ക് ഇങ്ങനെ ഏത് സമയത്ത് വേണമെങ്കിലും എടുത്ത് കാണാം, അങ്ങനെ ഒരു തോട്ടില്ല. ഞങ്ങളത് യൂട്യൂബിലെ വീഡിയോയില് ഇടുന്നുണ്ട്, 1-2 വീഡിയോയിലൊക്കെ അവരുണ്ട്. ഒന്നിലും ഇല്ലാന്ന് പറയാനില്ല, ഫോട്ടോസില് ഫാമിലി ഫോട്ടോസ് നമ്മുടെ ഫോട്ടോസ് ഒക്കെ കാണുന്നവർക്ക് അറിയാം മക്കളുടെ ഉണ്ട്. പക്ഷെ കണ്ടിന്യൂസ് നമ്മൾ അവരെ എടുക്കുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇൻസ്റ്റഗ്രാം ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള ലേബലിൽ അറിയപ്പെടാനാണോ നിങ്ങൾക്ക് ഇഷ്ടം, അതോ മറ്റെന്തെങ്കിലും ഉള്ളിൽ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടോ? മെയിൻ ആയിട്ട് ഇൻഫ്ലുവൻസർ ലേബല്, അതാണ് നമ്മുടെ ചിന്ത. പിന്നെ ഇതിന്റെ എങ്ങനെയാണ് ഇത് ഇങ്ങനെ മാറുന്നത് വെച്ചാൽ ആ മാറുന്നതിനനുസരിച്ചിട്ട് മാറാൻ ശ്രമിക്കും, പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും അറിയില്ലേ, മാക്സിമം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. അത് ചിലപ്പോ ഇന്നിപ്പോ നമ്മുടെ കോമഡികൾ കണ്ടിട്ട് ആൾക്കാർക്ക് രസിക്കാത്തൊരു കാലം വരുമ്പോ നമ്മൾ മറ്റൊരു അംഗത്തിന് തയ്യാറാവും. എന്നുവെച്ചാൽ നമ്മളെ തന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്താണ് ആഗ്രഹിക്കുന്നത് ആ ഒരു മേഖലയിലേക്ക് മാറി. ഞാനിപ്പോ യാത്രകളാവാം, ഫുഡാവാം, അങ്ങനെ ഒരുപാട് കെടുക്കല്ലേ, സാഗരമല്ല ഇവിടെ. അല്ല, ഈ കല്യാണം കഴിഞ്ഞ് 10 വർഷമായപ്പോ ആനിവേഴ്സറിക്ക് എന്താണ് പ്രത്യേക പ്ലാനുകൾ, പരിപാടികൾ, പദ്ധതികൾ? ഒരു ഡിമാൻഡ് പോലും വെച്ചിട്ടില്ലേ? ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി കുറെ സ്ഥലങ്ങളൊക്കെ കാണാന്ന് ഞാൻ പറയാറുണ്ട്. അപ്പൊ അത് ഈ 1 വർഷം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രിപ്പ് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അപ്പോഴും വേറൊരു പ്രശ്നം എല്ലാരും പറയുന്നുണ്ട്, പിള്ളേരുടെ പഠിത്തം, പിള്ളേരുടെ വിദ്യാഭ്യാസം, അപ്പൊ അവര് അതുങ്ങളെ ഇട്ടിട്ട് പോലെ ഈ സാധനത്തിന് എങ്ങനെ ഡീൽ ചെയ്യും? സീനാണ് ശരിക്കും. കാരണം മൂത്ത മോൾക്ക് ചെറുതായിട്ട് ഇടയ്ക്ക് ഫീൽ വരും. പക്ഷെ ഞങ്ങള് അവളുടെ ലീവ് ദിവസം, അവൾ പഠിക്കുകയാണ്, അപ്പൊ അവളുടെ ലീവ് ദിവസം അവളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങും. അല്ലാത്തപ്പോ നമ്മള് അഭിവൃദ്ധി താഴെയുള്ളവളെയും കൊണ്ടാ പോവുള്ളൂ. കുഞ്ഞാറ്റേനെയും കൊണ്ട് ഏത് ട്രിപ്പിലും അവളുണ്ടാവും, കാരണം 2.5 വയസ്സല്ലേ. പിന്നെ കുട്ടികളെ ഈ പറഞ്ഞ പോലെ എന്താ ചെയ്യാ, നമ്മളൊരു ഭാഗം സെറ്റ് ആകുമ്പോ ഒരു ഭാഗം വെക്കേഷനിലേക്ക് മാറ്റി വെക്കാൻ നോക്കുന്നുണ്ട് മാക്സിമം, അങ്ങനെ ട്രിപ്പ് പോവാൻ. യാത്രകളൊക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ യാത്രകളൊക്കെ ചെയ്ത് ഒരുപാട് അടിച്ചു പൊളിച്ച് നടക്കട്ടെ. എന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര ചിൽ കപ്പിളാ. കാരണം വേറെ ടെൻഷനുകളൊന്നുമില്ല, ഇതില്ലെങ്കിൽ മറ്റേത് ഒരു പ്രശ്നവുമില്ല. അല്ല, അത് കാര്യമായിട്ടാ ഞാൻ പറഞ്ഞേട്ടാ. എന്നുവെച്ചാ ഇത് ജോലി പോയിട്ട് ഇവിടെ വന്ന വശം തന്നെ ചായക്കട തുടങ്ങുമ്പോ അതിൽ ഇവള് വന്നിരിക്കാൻ, ഞാൻ ചായക്കടയിൽ മറ്റേ ചായയും കാര്യങ്ങളൊക്കെ നോക്കി ആൾക്കാരെ വിളിക്കല്, വായോ വായോ ഈ സംഭവം 2 മണിക്കാര്, അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഒരുമിച്ച് പോവാം അങ്ങനെ. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇത് മൂപ്പരുടെ കഴിവ് തന്നെ. അപ്പൊ ഇനി ഇത് പോയി കഴിഞ്ഞാലും നമ്മളതിലേക്ക് ഇറങ്ങും. അതെ, അപ്പൊ അങ്ങനെ തന്നെ എന്തും ചെയ്യാനുള്ളൊരു ധൈര്യമുള്ള മനസ്സുണ്ടെങ്കിൽ പിന്നെ ഒന്നും പേടിക്കണ്ടെന്നുള്ള എനിക്ക് മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചില്ലായിട്ട് പിന്നെ മുന്നോട്ട് പോകട്ടെ, ഒത്തിരി സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ. ഇനി 350K എന്നുള്ളത് 1 മില്യണിലേക്കൊക്കെ വളരെ പെട്ടെന്ന് എത്തട്ടെ. ഗ്രോത്ത് ഒക്കെ വളരെ പെട്ടെന്നല്ലേ, മില്യണുകളിലേക്കാണ് ഉള്ള യാത്രയിലാണ്. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്, അടിച്ചു പൊളിച്ചിരിക്കുക. ലക്ഷക്കണക്കിന് പ്രൊഫൈൽസ്, മലയാളിയുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. ഇനി ഓരോ സ്നാക്ക് ടൈമും സ്പെഷ്യലാക്കാം അതിഥി മാർവൽ റസ്കിനൊപ്പം.